ക്യാമറ എടുക്കലേ ഞാനൊരു കോമഡി ആയിട്ട് ചോദിച്ചു. അല്ല ഇതുപോലുള്ള ആൾക്കാരെയൊക്കെയാണ് നിങ്ങൾ ഈ ആങ്കറിങ്ങിന് വേണ്ടി വിളിക്കുന്നത്. മനോജ് വഴിപ്പടി സ്വാഗതം ചെയ്യാം. മനോജ് വഴിപ്പടി മനോജ് എല്ലാ മിമിക്രി കലാകാരന്മാരും ഈ ട്രെയിൻ എടുത്തിട്ടാണല്ലോ വരുന്നത്. പക്ഷേ ഞാൻ പണ്ടൊക്കെ എടുത്തോണ്ടിരുന്ന പക്ഷെ ഇപ്പൊ വാത്തല് കിട്ടുന്നില്ലെന്നേ. വാത്തൽ ഇതുണ്ടോ അയ്യോ ഇതിന്റെ ഇവിടെ ഇപ്പൊ തേഞ്ഞ് എടുത്തെടുത്തെടുത്ത് തേഞ്ഞ് തീർന്നു സൗണ്ട് കീറി പോവും അവിടുന്ന്. അത് തന്നെയല്ലെന്നേ ഇപ്പോഴത്തെ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഇലക്ട്രിക് ട്രെയിനും മറ്റേ കൽക്കരി ട്രെയിനൊക്കെ അല്ലേ, അത് സിമ്പിൾ ആയിരുന്നു. ഇപ്പോഴത്തെ വന്ദേ ഭാരതില്ല ഭയങ്കര ഹെവി ആണെന്നേ, വരുന്നതും അറിയത്തില്ല പോകുന്നതും അറിയത്തില്ല, അത്രയ്ക്ക് ഹെവിയാ സംഭവം. എന്തായാലും ഒരു മിമിക്രി കലാകാരൻ പറയുമ്പോ ഏതെങ്കിലും ഒരു ശബ്ദം അവൻ മിമിക്രി കലാകാരായ സ്ഥിതിക്ക് നമുക്ക് വേണമെന്ന് ഒരു പക്ഷിയുടെ സൗണ്ട് എടുക്കാം. ഒരു പക്ഷിയുടെ സൗണ്ട് ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ. ഒരു പക്ഷിയുടെ സൗണ്ട് അടിപൊളി അടിപൊളി. കോഴി സൂപ്പർ ആയിട്ടുണ്ടല്ലേ? ഇത് കോഴിയല്ല, ഇത് കുയില. അല്ലേ അതിന്റെ ഈ സ്വഭാവം വെച്ചിട്ട് നിനക്ക് ചേരുന്നത് കോഴിയാ. ആരാ നീ അങ്ങനെ പറഞ്ഞത്? അല്ല ക്യാമറ ഓഫ് ചെയ്തേ. അല്ലെ സുഭാഷ് അല്ല അത് വേണ്ടത്. കാരണം ഞാൻ ഒരു ഇന്റർവ്യൂ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ വരുമ്പോഴത്തേനും നമുക്ക് നീ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാർ വിചാരിക്കുന്നതന്നെ ഞാൻ എൻ്റെ കോഴിയാണെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. ഒരു മിമിക്രി ചെയ്യാൻ വരുന്ന ഒരാൾക്കാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നല്ലാതെ അല്ലല്ല അത് ശരിയാ. ക്യാമറ എടുക്കലേ അല്ല ഇതുപോലുള്ള ആൾക്കാരെയൊക്കെയാണ് നിങ്ങൾ ഈ ആങ്കറിങ്ങിന് വേണ്ടി വിളിക്കുന്നത്. ചുമ്മാതെ എൻ്റെ കൂടുതലൊക്കെ പരിപാടിയൊക്കെ നടത്തില്ല. അല്ലല്ല നീ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ കൂടുതൽ പരിപാടിക്കൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ അത് ശരിയല്ല. അല്ല അത് ക്യാമറ വെച്ചോണ്ടിരിക്കുന്നതിൻ്റെ കാര്യം നീ തമാശയ്ക്ക് പറയുന്നത് അത് നമുക്ക് പുറത്ത് വരുമ്പോൾ വേണമെന്ന് നീ കോഴിയെന്നോ കുറുക്കനെന്നോ എന്നാ വെള്ളം വിളിച്ചോ അത് എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ നീ അത് ഈ ക്യാമറയുടെ മുന്നിൽ വെച്ച് അത് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നവരാണ് വിചാരിക്കുന്നത്. അല്ല അതിൻ്റെ അല്ല അത് ശരിയല്ല. അത് എന്നാലും സുഭാഷ് നീ അത് കാണിച്ചു ശരിയല്ല. തമാശ വിളിച്ചു വരുത്തിട്ട് ചുമ്മാ ഈ കളിയാക്കുന്നത് അത് ശരിയായിട്ടുള്ള നടപടിയാണ്. അത് ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്ന പരിപാടിയല്ലേ. പിന്നെ ആൾക്കാരെ വിളിച്ച് ഇൻസൾട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അവരോട് ചോദിച്ചത് ആ പുള്ളിക്കാരൻ ഇട്ടിട്ട് പോയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ബാക്കി? അവരെ വിളിക്കും, ഏതെങ്കിലും വിളിച്ചു എന്ത് ചെയ്യിക്കാൻ നോക്കും. കോമഡി ആർട്ടിസ്റ്റ് ആണല്ലോ. ആയിക്കോട്ടെ ഞാൻ കോമഡി ആയിട്ട് ചോദിച്ചാ അത് ആയിക്കോട്ടെ. നീ കോമഡി ആയിട്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോന്ന് ഒരു കുഴപ്പമില്ല. നീ മൈക്കൊന്നും ഒരിക്കൽ ഇത് മൈക്ക് വെച്ചോണ്ടല്ലോ ശരിയാത്തില്ല. ഇത് വെച്ച അവിടുന്ന് ഇതെന്ത് ചെയ്യാനാണ്? ഇതെന്നാ ഇത്? അല്ല ഞാൻ അങ്ങനെ ചോദിച്ചല്ല. അല്ല ഇതെന്നാ ഇതെന്നാന്ന് അങ്ങനെ ചോദിച്ചാൽ നീ എന്നാ ഉദ്ദേശിച്ചേ? എന്ത് ഞാൻ ആകെ പേടിച്ചു കേട്ടോ. നീ എന്തോന്നോടെ ഇത്? എൻ്റെ പൊന്നു മോനെ, എടാ എനിക്ക് കോമഡി മാത്രമല്ല പ്രാങ്കും ചെയ്യാൻ അറിയാടാ പൊന്നു മോനെ. ഉള്ള കാര്യം പറഞ്ഞതാണ്. ഞാൻ വിചാരിച്ചു നീ സീരിയസ് ആണ്. പല ആർട്ടിസ്റ്റുകളും ഇങ്ങനെയാണ്. നമ്മളൊരു തമാശയ്ക്ക് വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങളായിരിക്കും. അത് ചൂടാ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയി. ഒന്നും പേടിക്കണ്ട. ഇത് നമ്മുടെ ആ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയൊരു പ്രാങ്കാണിത്. എന്തായാലും ഇഷ്ടപ്പെട്ടു. അടിപൊളിയല്ലേ? ഒരുപാട് നന്ദിയുണ്ട്. നിർത്തി ഒരുക്കാൻ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല. നീ ഉരുകി തീരുന്നതിന് മുമ്പേ നീ ആ വൈൻഡിൽ കൂടെ പറഞ്ഞിട്ട് പോകും. ഓക്കെ റെഡി.